ഓഡിയോ കാസറ്റ് വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഒരു വ്യക്തിയായിരുന്നു ടി സീരീസ് എന്ന സൂപ്പർ കാസറ്റ്സ് ഇൻഡസ്ട്രിയുടെ ഉടമയായ ഗുൽഷൻ കുമാർ. ഗുൽഷൻ കുമാർ ആദ്യമായി നിർമ്മിച്ച ഒരു സിനിമയായിരുന്നു ആഷിക്കി എന്ന ചിത്രം. ഈ ആഷിക്കി എന്ന ചിത്രം 1990 പുറത്തു വന്നത്. അപ്പോൾ ഈ ആഷിക്കിയിലെ ഗാനം ഞാൻ ആദ്യമായി കേട്ടത് ഞാൻ കണ്ണൂർ SN കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തലശ്ശേരിയിൽ ഒരുപാട് കാസറ്റ് കടകളുണ്ടായിരുന്നു, ഓഡിയോ കാസറ്റ് വിൽക്കുന്ന കടകൾ. അതിൽ ഒരു ഓഡിയോ കാസറ്റ് വിൽക്കുന്ന കടയിൽ നിന്നും ഒരു പാട്ട് ഞാൻ കേൾക്കുന്നു, ജാനേ ജിഗർ ജാനേമൻ. അപ്പോൾ ഇതിനകത്ത് ജാനേ ജിഗർ ജാനേമൻ ആദ്യം കേൾക്കുന്നു. അപ്പോൾ അതുവരെ നമ്മൾ ഇങ്ങനെ ഈ കൂടുതലും കിഷോർ കുമാർ, മുഹമ്മദ് റാഫി ഇവരൊക്കെയല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത്. പിന്നെ അമിത് കുമാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പുതുമയുള്ള ശബ്ദം കുമാർ സാനുവിൻ്റെയാണ് ജാനേ ജിഗർ ജാനേമൻ എന്ന ഗാനം. അതിന് അനുരാധ പൊതുവാളും പാടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞ് അപ്പോൾ ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത ഗാനം കേൾക്കാൻ തുടങ്ങി, നസർ കെ സാമനെ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, വിനോദേ ഈ പാട്ടുകളെല്ലാം കൊള്ളാമല്ലോ, ഇത് കുമാർ സാനുവാണ് പാടിയിരിക്കുന്നത്, അനുരാധ പൊതുവാളാണ് പാടിയിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് സിനിമയിലെ പാട്ടാണ്? അന്ന് ഇതുപോലെ യൂട്യൂബോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും തരത്തിൽ നമുക്ക് ഇൻ്റർനെറ്റ് വഴി അറിയാനോ ഉള്ള യാതൊരു അവസരവും അന്ന് ഉണ്ടായിരുന്നില്ല. നമുക്ക് പത്രത്തിലൂടെയും ഈ സിനിമാ വാരികളിലൂടെയും മറ്റും മാത്രമേ ഇതൊക്കെ അറിയാനുള്ള അവസരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, വിനോദ് നമുക്ക് ചോദിച്ചു നോക്കാം ഇത് ഏത് സിനിമയിലെ പാട്ടാണെന്ന്. അപ്പോൾ ആ കടക്കാരൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചു ഇത് ഏത് സിനിമയിലെ പാട്ടാണ്. അപ്പോൾ അങ്ങനെ കാസറ്റ് എടുത്ത് നമ്മളെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഇത് ആഷിക്കി എന്ന് പറയുന്ന ഒരു സിനിമയിലെ പാട്ടാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ഒതുങ്ങുന്ന വിലയാണോ എന്നും കൂടെ നമ്മൾ നോക്കണമല്ലോ. കാസറ്റ് വാങ്ങിക്കുമ്പോൾ നോക്കിയപ്പോൾ 18 രൂപയുള്ളൂ കാസറ്റിൻ്റെ വില. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞു, വിനോദ് നീ ഒരു കാര്യം, നീ ഈ പാട്ട് കാസറ്റ് വാങ്ങിയിട്ട് എന്നിട്ട് എനിക്ക് കേൾക്കാൻ എന്താണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ കടക്കാരിൽ നിന്നും ആ ആഷിക്കി എന്ന ഗാനത്തിൻ്റെ സിനിമയുടെ കാസറ്റ് വാങ്ങിച്ചു. ഇത് 1990 ആഷിക്കി എന്ന സിനിമ റിലീസാവുന്നത്. ഈ ആഷിക്കി എന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മഹേഷ് ഭട്ടാണ്. ഈ ആഷിക്കി എന്ന ചിത്രത്തിൽ ഒരു പുതിയ നായകനെയും പുതിയ ഒരു നായികയും ആണ് ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നായകനായി രാഹുൽ റോയും നായികയായി അനു അഗർവാളും. അപ്പോൾ ഈ പുതിയ നായകനും നായികയുമാണ്. പക്ഷേ നമുക്ക് പേര് കേട്ട നടന്മാരൊന്നും അതിനകത്ത് ഇല്ലേന്ന് താനും. അപ്പോൾ ഈ സിനിമ, ഈ ഗാനങ്ങളാണ് ഈ സിനിമയുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന സിനിമയിലെ ഗാനം എന്ന് പറയുമ്പോൾ ഈ പാട്ട് പറയുകയാണെങ്കിൽ ഇതാണ് ഈ ആഷിക്കി എന്ന സിനിമയിലെ പാട്ടുകൾ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ പാട്ടുകൾ 1 by 1 ആയിട്ട് കേൾക്കുകയാണ്. അതിൽ ആഷിക്കി എന്ന ഈ ഓഡിയോ കാസറ്റിൽ 10 ഗാനങ്ങളുണ്ടായിരുന്നു. ഈ 10 ഗാനങ്ങളും ഒന്നിനൊന്നിന് മികച്ച ഗാനങ്ങളായിരുന്നു. ഇതിൻ്റെ സംഗീത സംവിധായകൻ നദീം ശ്രവണായിരുന്നു. അതുപോലെ തന്നെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് സമീറുണ്ട്, റാണി മാലിക്കുണ്ട്. അങ്ങനെ കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് ലിറിസിസ്റ്റുകൾ ചേർന്ന് എഴുതിയിരിക്കുകയാണ് ഈ പാട്ടുകൾ. അപ്പോൾ ഈ ലിറിസിസ്റ്റുകളുടെ ഒരു എണ്ണം കൂടുമ്പോൾ ഒരു വെറൈറ്റി നമുക്ക് ഒരു ഫീൽ ചെയ്യും. കാര്യം ആ ഒരാളുടെ എഴുത്തിൻ്റെ രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു എഴുത്ത് രീതിയായിരിക്കും മറ്റൊരാൾക്ക്. ഇന്ത്യ സിനിമയിൽ നിറഞ്ഞു നിന്ന ഒരു ലിറിസിസ്റ്റാണ് സമീർ എന്ന ലിറിസിസ്റ്റ്. അപ്പോൾ സമീറിനൊപ്പം തന്നെ റാണി മാലിക്ക് വളരെ കാമ്പുള്ള ഗാനങ്ങൾ, അതായത് കേട്ടിരിക്കാൻ ഒരു പ്രണയം തുളുമ്പുന്ന ഗാനങ്ങൾ എഴുതുന്ന വ്യക്തിയാണ് റാണി മാലിക്ക്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്ത് രീതി ഇഷ്ടമാണ്. ഒരു പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഇരുന്ന് നമ്മൾ 10ാമത്തെ പാട്ട് വരെ നമ്മൾ കേൾക്കും. അത്തരത്തിലുള്ള ഒരു പ്രത്യേകത ഉള്ള പാട്ടുകളായിരുന്നു ഈ സിനിമയ്ക്കുള്ളിൽ. പാടിയിരിക്കുന്നത് കുമാർ സാനു ഉണ്ട്, ഉദിത് നാരായണനുണ്ട്, അനുരാധ പൊതുവാൾ തുടങ്ങിയവരുമുണ്ട്. ഗുൽഷൻ കുമാറിൻ്റെ എല്ലാ പാട്ടുകളിലും അനുരാധ പൊതുവാളിനെ കൊണ്ട് പാടിപ്പിക്കുന്നത് അന്നത്തെ ഒരു ടി സീരീസ് കമ്പനിയുടെ ഒരു നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഗുൽഷൻ കുമാർ ചെയ്യുന്ന മിക്ക ചിത്രങ്ങളിലും അനുരാധ പൊതുവാൾ തന്നെയായിരിക്കും ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ. അപ്പോൾ ഈ സിനിമ അന്നത്തെ കാലത്ത് ഒരു വൻ ഹിറ്റായി മാറുകയും ഈ സിനിമ കാസറ്റ് ആ വർഷം ഏറ്റവും കൂടുതൽ കാസറ്റുകൾ വിറ്റുപോയ റെക്കോർഡ് കരസ്ഥമാക്കുകയും വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ എനിക്ക് ഈ സിനിമയിൽ ഒരു അട്രാക്ഷൻ തോന്നിയതെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഒരു പ്രണയത്തിൻ്റെ കഥ പറയുന്ന ഒരു രീതി. മഹേഷ് ഭട്ട് തന്നെ ആയതുകൊണ്ട് മഹേഷ് ഭട്ടിന് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കഥ പറച്ചിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സിനിമ സംവിധാന രീതിയുമാണ് മഹേഷ് ഭട്ടിനുള്ളത്. അപ്പോൾ ഈ സിനിമ ഒരു പിന്നീട് പാട്ടുകൾ കൊണ്ട് തന്നെ ആ വർഷത്തെ ഏറ്റവും മികച്ച ഒരു ഹിറ്റ് സിനിമയായി മാറുകയും ഈ സിനിമയുടെ ഗാനങ്ങളുടെ വരികളിലും കൊണ്ട് മാത്രം ഈ സിനിമ ഇന്നും ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയായിട്ട് ഇന്നും അന്ന് കോളേജിൽ പഠിച്ചിരുന്നവർ ഇന്നും നെഞ്ചിലേറ്റുന്ന ഗാനങ്ങൾ
എനിക്ക് തോന്നുന്നത് പുതുതലമുറയും അതിലെ ഗാനങ്ങൾ കേൾക്കുന്നുണ്ടാവണം. എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഷിക്കിയിലെ ഗാനം ധീരെ ധീരെ സെ മേരി സിന്ദഗി മേ ആന എന്നുള്ള പാട്ടാണ്. ഒരു സിനിമ ഒരു പ്രണയാതുരമായ ഒരു കവിത പോലെ പറയുന്ന ഒരു സിനിമയാണ് ആഷിക്കി എന്ന ചിത്രം. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ആഷിക്കി എന്ന ചിത്രം, എൻ്റെ മനസ്സിൽ മാത്രമല്ല, അന്നത്തെ കാലത്ത് കോളേജിൽ പഠിച്ചിരുന്നവർ, അന്ന് ഈ പാട്ടുകൾ കേട്ടിരുന്നവർ, അവരുടെയൊക്കെ മനസ്സിൽ ഒരു ചിരപ്രതിഷ്ഠ നേടിയ ഒരു സിനിമയാണ് ആഷിക്കി എന്ന ചിത്രവും അതിലെ ഗാനങ്ങളും.